ഗൈസ്, ഇന്ന് ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ. വളരെ സ്പെഷ്യലായിട്ടുള്ള യാത്ര. കാര്യം നമ്മൾ പോയത് കുറേ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ KSRTC ബസ്സിലായിരുന്നു കേട്ടോ. എങ്ങോട്ടാണ് പോയെന്ന് പറഞ്ഞില്ല അല്ലേ, നെല്ലിയാമ്പതിയിലോട്ടായിരുന്നു യാത്ര. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ. 6:30 നമ്മുടെ ടൂർ കോർഡിനേറ്റർ ജിനേഷ് ചേട്ടന് ഇങ്ങനെ ഇരുന്ന ബസ്സിൻ്റെ വൈബൊക്കെ ഒന്ന് മാറ്റി ഇങ്ങനെ ആക്കാനായിട്ട് അധികം ടൈമൊന്നും എടുത്തില്ല കേട്ടോ. അവിടെ നമ്മൾ കവർ ചെയ്തതിൽ ഒരു സ്ഥലം സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആയിരുന്നു. അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ സ്പോട്ടിലും നമ്മളെ ഇറക്കി വിടുമ്പോൾ അവിടെയൊക്കെ കണ്ട് അവിടെയൊക്കെ ആസ്വദിക്കാനുള്ള ടൈമും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 സൈഡിലും നല്ല കാട്, അതിൻ്റെ നടുവിക്കോടെ നടന്നു പോയി ഒരു പാറയുടെ മുകളിൽ നിന്ന് അവിടുത്തെ കാറ്റും അവിടുത്തെ കോടയും അവിടുത്തെ മഞ്ഞും, അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. എൻ്റെ മോനെ അതായിരുന്നു എല്ലാവരുടെയും ഫേവറേറ്റ് സ്പോട്ട് കേട്ടോ. പിന്നെ പോയത് ഒരു ഓറഞ്ച് ഫാമിലോട്ടാണ്. അവിടെ ഓറഞ്ച് മാത്രമല്ല, കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചെടികളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് മേടിക്കാനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നെല്ലിയാമ്പതിയിലോട്ട് മാത്രമല്ല കേട്ടോ KSRTCയുടെ ട്രിപ്പ് ഉള്ളത്, വേറെയും ഒരുപാട് സ്ഥലങ്ങളിലോട്ടുണ്ട്. മെയിനായിട്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും ആയിരിക്കും ഇവരുടെ ട്രിപ്പ് ഉള്ളത്. പിന്നെ പോയത് പോത്തുണ്ടി ഡാമിലോട്ടാണ്. അവിടെ ഒരു 113 സ്റ്റെപ്പ് കയറാനുണ്ടായിരുന്നു. അവിടെ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. സ്കൈ സൈക്ലിങ്ങും സിപ്പ് ലൈനും അങ്ങനെ കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമേ നല്ല വ്യൂസ് കാണുന്ന മറ്റു സ്ഥലങ്ങളിലും വണ്ടി നിർത്തിയിട്ടോ. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് ഫുഡും എൻട്രി ടിക്കറ്റും ഒക്കെ അടക്കം ഒരാൾക്ക് 900 റുപ്പീസാണ് ചിലവ് വരുന്നത് കേട്ടോ. ഈ വീഡിയോയിലൊക്കെ കാണുന്നേക്കാൾ കൂടുതൽ മനോഹരമായിരുന്നു കേട്ടോ ഈ സൈഡ് സീറ്റിൽ നിന്ന് കാണുന്ന വ്യൂസ്. എന്തായാലും ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട യാത്ര തന്നെയായിരുന്നു. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വരാനായിട്ടുള്ള എന്തോ ഒന്ന് ഈ ഒരു ട്രിപ്പിനുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.